കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ശുചിമുറിക്ക് കുറ്റിയില്ലാത്തത് ലജ്ജാവഹമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. ഇതിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ശുചിമുറിക്ക് കുറ്റി ഇല്ലാത്തത് ലജ്ജാവഹമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. കോടിക്കണക്കിന് രൂപ ആശുപത്രിക്ക് ഫണ്ടുണ്ടെന്നിരിക്കെ ആശുപത്രിയിൽ അറ്റകുറ്റപ്പണികൾ പോലും നടത്തുവാൻ നഗരസഭയോ ആശുപത്രി മാനേജ്മെന്റോ തയ്യാറാകില്ലെന്ന് ഭാഷ കുറ്റപ്പെടുത്തി. കായംകുളം PK കുഞ്ഞുസാഹിബ് മെമ്മോറിയൽ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥകളെ സംബന്ധിച്ച വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന HMC അംഗങ്ങൾക്കോ കൗൺസിലർമാർക്കോ നഗരസഭാ ഭരണാധികാരികൾക്കോ ലജ്ജ തോന്നുന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഭരണാധികാരികൾ അതിനെക്കുറിച്ചൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന 2 വാർത്തകൾ, ഒന്ന് ശുചിമുറി മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നു എന്ന വാർത്തയാവുന്നേ. ഈ ശുചിമുറി മാലിന്യം അവിടെ ഒഴുകാതിരിക്കാൻ നടപടി സ്വീകരിക്കാൻ കോടിക്കണക്കിന് രൂപ വികസന ഫണ്ടിൽ നിന്നും കിട്ടുന്ന നഗരസഭാ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെന്തിനാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു ബാത്റൂമിന്റെ കുറ്റി പോയിട്ട്, അതായത് കുറ്റിയും കൊളുത്തിട്ടാണ് ബാത്റൂം തുറക്കുക അടക്കുകയും ചെയ്യുക. അത് പോയിട്ട് അതൊന്ന് ശരിയാക്കാൻ മുൻകൂർ ഒരു ഉത്തരവ് കൊടുത്ത് ആ കുറ്റിയും കൊളുത്തും ശരിയാക്കി അതിനുപയോഗിക്കുന്ന ആളുകൾക്ക് ഭയമില്ലാതെ അതിനകത്ത് കയറി അവരുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഹോസ്പിറ്റലിന്റെ ഭരണാധികാരികൾക്കും കഴിയുന്നില്ല, HMC അംഗങ്ങൾക്കും കഴിയുന്നില്ല, ഭരണ നേതൃത്വത്തിൽ നിൽക്കുന്ന ചെയർപേഴ്സണും ഭരണാധികാരികൾക്കും കഴിയുന്നില്ല. സൂപ്രണ്ടും 2 തട്ടിലാണ്. കഴിഞ്ഞ ദിവസം കൂടിയ HMC കമ്മിറ്റിയിൽ ഞാൻ ഇത് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോ സൂപ്രണ്ട് പറഞ്ഞ മറുപടി, ഞാൻ ചെക്ക് കൊടുത്തു വിട്ടാൽ ചെയർപേഴ്സൺ ഒപ്പിട്ട് തരുന്നില്ല. അപ്പൊ പണി ചെയ്യിക്കുന്ന ആളുകൾക്ക് ചെക്ക് പണം കൊടുക്കണ്ടേ? അവരുടെ ശീതസമരത്തിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഈ ഇവിടെ വരുന്ന പാവപ്പെട്ട രോഗികളാണ്. അവർ ഡയാലിസിസ് ചെയ്യുന്നിടത്ത് പ്രശ്നമുണ്ട്, എക്സ്റേ എടുക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഭരണ നേതൃത്വം തയ്യാറായില്ല എങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റും. അത് ഈ രാജ്യത്തെ വൻകിട സ്വകാര്യ ആശുപത്രിക്കാർ മുതലാക്കും. ആ മുതലാക്കിയാൽ അത് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വളരെ മോശമായ അവസ്ഥയാണ് ഉണ്ടാക്കുക. അതിനെതിരെ ശക്തമായ ജനരോഷം ഉണ്ടാകും. ആശുപത്രിയിലെ ശുചിമുറി മാലിന്യം റോഡിലേക്ക് ഒഴുകി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. ഇതിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.